കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. ഗർഭപാത്രം നീക്കം ചെയ്ത മധ്യവയസ്ക മരിച്ചു. പേരാമ്പ്ര സ്വദേശി വിലാസിനിയാണ് മരിച്ചത്. ശസ്ത്രക്രിയക്കിടെ വിലാസിനിയുടെ കുടലിന് മുറിവേറ്റിരുന്നു. 6-ാം തീയതി ഫസ്റ്റ് സർജറി കഴിഞ്ഞു. സർജറി അതായത് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ്ട്രിയിൽ ചെറിയായിട്ടൊരു പോറൽ സംഭവിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോറൽ സംഭവിച്ചു, അത് അവർ സ്യൂച്ചറിങ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് വയറുവേദന വന്നു. പെട്ടെന്ന് വയറുവേദന വന്നു. പിന്നെയാണെങ്കിൽ നന്നായിട്ട് സ്വെറ്റിംഗ് ഉണ്ടായിരുന്നു, ഷിവറിങ് കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് അവർ ഡോക്ടേഴ്സിന് ഇൻഫോം ആക്കി. പിന്നെ അവർ എമർജൻസി ആയിട്ട് ICUയിലേക്ക് തന്നെ പേഷ്യൻറ്റ് മാറ്റി. മെനഞ്ഞാന്ന് രാത്രിക്ക് കൊണ്ടുപോയിട്ട് അവർ പിന്നെ സർജറി ചെയ്തു. ഇൻഫെക്ഷൻ സംഭവിച്ച ആ ഭാഗം അവർ കട്ട് ചെയ്ത് മാറ്റി. അതായത് ഒരു പോർഷൻ അവർ കട്ട് ചെയ്ത് മാറ്റി. ഓർഗൻസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. BPയും സാച്ചുറേഷനൊക്കെ ലോ ആയിരുന്നു ഇന്നലെ പേഷ്യൻറ്റിന്. ഇന്നാണെങ്കിൽ അവർ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് ഡെത്ത് ഡിക്ലെയർ ചെയ്തു. രാഹുൽ സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. രാഹുൽ, ഈ കുറേയധികം സാങ്കേതിക പദാവലികൾ നിരത്തിക്കൊണ്ട്, ഏതൊക്കെയോ ഹെൽത്ത് കണ്ടീഷൻ നിരത്തിക്കൊണ്ട്, എന്തൊക്കെയോ സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവാത്ത സാങ്കേതിക സംജ്ഞകൾ നിരത്തിക്കൊണ്ടൊരു വാർത്താക്കുറിപ്പിൻ്റെ വരവാണിനി. അത് വന്നോ? ശരി രാഹുൽ, എന്തോ ഒരു ഓഡിയോ പ്രശ്നമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ ശസ്ത്രക്രിയ നടത്തുമ്പോൾ കുടലിന് ഒരു പോറലേറ്റിരുന്നു. ആ പോറൽ അണുബാധയിലേക്ക് നയിച്ചു. അണുബാധയിലേക്ക് നയിച്ച ആ കുടലിൻ്റെ ഭാഗം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നൊക്കെയാണ് ഈ ബന്ധുക്കളുടെ സംശയം. അവർ പറയുന്നത് അങ്ങനെ ആദ്യഘട്ടത്തിൽ മുറിവേറ്റ കുടലിന് ചികിത്സ നേരാവണ്ണം നൽകിയിരുന്നെങ്കിൽ ആ മരണം ഒഴിവാക്കാൻ കഴിയാമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഗൈനക്കോളജി വിഭാഗം മേധാവിയോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് റിപ്പോർട്ടും തേടി. രാഹുൽ, കേൾക്കാമോ? ഞാൻ ചോദിച്ചത് ആ ടെക്നിക്കൽ പദാവലി നിറച്ച സംഭവം വന്നോന്നാ? ആ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണ കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ അതിലെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറയുന്നത്. അതായത് രോഗി അഡ്മിറ്റ് ആയ കാര്യങ്ങളും ശസ്ത്രക്രിയ നടത്തിയ കാര്യങ്ങളുമാണ് പറയുന്നത്. എങ്ങനെയാണ് മരിച്ചതെന്ന് സംബന്ധിച്ച യാതൊരു വിശദീകരണവും ആ പത്രക്കുറിപ്പിൽ നിലവിൽ നൽകിയിട്ടില്ല. അതിൽ ഒരുപക്ഷെ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും അത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ വിശദീകരണം നൽകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുടുംബം പറയുന്നതനുസരിച്ച് ഈ മാസം 4-ാം തീയതിയാണ് വിലാസിനിയെ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 7-ാം തീയതി ആ ശസ്ത്രക്രിയ നടക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ഈ കുടലിനൊരു ക്ഷതമേൽക്കുന്നത്. ആദ്യം കുഴപ്പമൊന്നുമില്ല എന്നാണ് ആശുപത്രി അധികൃതർ ഈ കുടുംബത്തോട് പറഞ്ഞത്. പക്ഷേ അത് വരും ദിവസങ്ങളിൽ അണുബാധയായി മാറുകയായിരുന്നു. വിലാസിനിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി മാറിയതോടെ 2 ദിവസം മുമ്പാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തുകയും ആ അണുബാധയുണ്ടായ ഭാഗം, ആ കുടലിൻ്റെ ആ ഭാഗം മുറിച്ചു മാറ്റുകയും ചെയ്തത്. പക്ഷേ അത് കരളിനും കിഡ്നിക്കും ഉൾപ്പെടെ ആ അണുബാധ ബാധിച്ചതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെ 5:30 മരണം സംഭവിക്കുകയായിരുന്നു. ആശുപത്രി അധികൃതർ തന്നെ ആദ്യം വീഴ്ച സംഭവിച്ചു എന്ന് തങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു എന്നാണ് കുടുംബം തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ കുടുംബം പറയുന്നതനുസരിച്ച് ഈ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവ് തന്നെ, ഈ കുടലിനേറ്റ പിഴവ് തന്നെയാണ് ഇത്തരത്തിൽ മരണത്തിന് കാരണമായതെന്നാണ് ആരോപണമായി പറയുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസിന് ഇത് സംബന്ധിച്ച് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പല മെഡിക്കൽ കോളേജുകളിലും ഇത്തരത്തിൽ ആരോപണം, അത് ചികിത്സാ പിഴവെന്ന ആരോപണം പുറത്തു വന്നെങ്കിലും അതിലൊന്നും ഇതുവരെയും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് അതിൻ്റെ അകത്ത് കൃത്യമായി അന്വേഷണം നടത്തി വീഴ്ച കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും അതിൻ്റെ നിജസ്ഥിതി ആശുപത്രി അധികൃതർ തന്നെ മുക്കുന്നു എന്നൊരു ആരോപണമാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. അത് നേരത്തെ സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. വിലാസിനിയുടെ കാര്യത്തിലും ഇനി മെഡിക്കൽ കോളേജ് അന്വേഷണം നടത്തി എന്താണ് വിശദീകരണമായി പുറത്തു കൊണ്ടുവരിക എന്നതും കാത്തിരുന്ന് കാണാം. ഓക്കെ. അപ്പോൾ രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇതിനോടൊപ്പം തന്നെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ എന്തൊക്കെയോ ഈ സാങ്കേതിക